കുക്കറിലെ സ്റ്റീമൊക്കെ പോയതിന് ശേഷം നമ്മൾ തുറന്നു നോക്കിയിരിക്കുകയാണ്. അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കാഷ്നട്ടും റൈസിൻസും കൂടെ ഒന്ന് ഫ്രൈ ചെയ്യാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിരിക്കുകയാണ്. നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും അല്പം കാഷ്നട്ട് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് റൈസിൻസും കൂടെ ചേർക്കാം. നന്നായിട്ട് നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റാം. നമ്മൾ കുക്കറിൽ അരി വേവിക്കുമ്പോൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. കാരണം പിന്നെ നമ്മൾ പാലിൽ വേവിക്കുന്നതുകൊണ്ട് മസാലപ്പൊടിയുടെയൊക്കെ ഇതുണ്ടെങ്കിൽ ചിലപ്പോൾ പാല് പിരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടെ നന്നായിട്ട്